so you can get the full benefit of this great microphone that I have here. These are 3D stereo high quality microphones I'm using, and if you have a headphone on right. Okay. യു എസിലേക്കോ അല്ലെങ്കിൽ യു കെയിലേക്കോ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഇംഗ്ലീഷ് സ്റ്റൈലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു നാറ്റീവ് ടച്ചിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ടാവും. അത് ഒരു ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അതേ ഒരു സ്റ്റൈലിലായിരിക്കും അവർ സംസാരിക്കുക. കാരണം അവർ കുറച്ച് കാലമായിട്ട് ആ എൻവയൺമെൻറ്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റൈൽ ഓൾറെഡി അവർ അക്വയർ ചെയ്ത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് അതുപോലെ സംസാരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അതിൽ ആ ഒരു സ്റ്റൈലിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമ്മളുടെ ഇംഗ്ലീഷിന് ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ഒരു മലയാളി ടച്ച് അല്ലെങ്കിൽ ഒരു ഹിന്ദി ടച്ച് നമ്മളെ ലാംഗ്വേജിലുണ്ട്. ആ ഒരു ഹിന്ദി ടച്ചും ആ മലയാളം ടച്ചും മദർ ടങ് ഇൻഫ്ലുവൻസും ഒഴിവാക്കിയിട്ട് പ്രൊഫഷണലായിട്ട് സംസാരിക്കാൻ നമ്മൾ ലിസണേഴ്സ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരിക്കാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഏതൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇതിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം, എനിക്ക് അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് ഇല്ല ഇവിടെ, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ആവില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാതെ അതേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അങ്ങനെ സൊല്യൂഷന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നിൽ തന്നെ അപ്ലൈ ചെയ്ത ഒരു ടെക്നിക്കാണ്, ഒരു സൂപ്പർ ടെക്നിക്കാണ് ഷാഡോയിങ് ടെക്നിക്ക്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നാറ്റീവ് സ്റ്റൈലിൽ സംസാരിക്കുന്ന നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെ റോൾ മോഡലായിട്ടുള്ള നമുക്ക് ഏതാളെ പോലെയാണ് സംസാരിക്കാൻ ആഗ്രഹം ആ ആളുടെ കണ്ടൻറ്റ് യൂട്യൂബ് പോയിട്ട് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ കണ്ടൻറ്റ് പ്ലേ ചെയ്യുമ്പോൾ ആ സൗണ്ട് നമുക്ക് കേൾക്കാമല്ലോ. ആ സൗണ്ട് കേൾക്കുന്ന അതേ സ്പോട്ടിൽ അതേ ടോണിൽ അതേ മോഡുലേഷൻ അതേ സ്ട്രെസ് അതേ സ്പീഡിൽ നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക, അത് പറയാൻ നോക്കുക. അങ്ങനെ ഡെയിലി ഈ കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പം അതേ ടോണിൽ സംസാരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, ചിലപ്പോൾ റിപ്പീറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഏകദേശം മീഡിയം സ്പീഡിലുള്ള കണ്ടൻറ് എടുത്താൽ അത്രയും നല്ലത്. അത് കേട്ടിട്ട് പിന്നെ അതിൻ്റെ അറൗണ്ടായിട്ട് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്താൽ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ സെയിം കണ്ടൻറ് തന്നെ പിന്നെയും കംഫർട്ടബിൾ ആവുന്ന വരെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് അത് കംഫർട്ടബിൾ ആവുമ്പോൾ വേറെ കണ്ടൻറ്റിലേക്ക് പോവാം. അങ്ങനെ പോയിട്ട് ഇത് ഒരു ഹാബിറ്റായി ഏകദേശം ഒരു 90% അല്ലെങ്കിൽ ഒരു 80% അയാളുടെ അതേ സ്റ്റൈലായിട്ട് നമ്മൾ മാറും, അല്ലെങ്കിൽ അയാളായിട്ട് നമ്മൾ മാറും. അങ്ങനെ അയാളായിട്ട് നമ്മൾ മാറുമ്പോൾ ഏകദേശം നമ്മൾ സ്പീക്കിംഗ് സ്റ്റൈലും സ്പീക്കിംഗ് ഇൻറ്റർനേഷനും ആ ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ ഒരു നാറ്റീവ് സ്റ്റൈലിലേക്ക് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിലൊരു പ്രാക്ടിക്കൽ ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇത് പവർ ലേണിംഗ് പോഡ്കാസ്റ്റാണ്. ഇതൊരു പോഡ്കാസ്റ്റാണ്, ഒരു മീഡിയം ലെവലിൽ എനിക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു പോഡ്കാസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടിട്ട് ഇതേപോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. Well, hello and welcome to the very first English Anyone podcast. I have a brand new microphone and I recommend you use headphones in order to listen to this. So you can get the full benefit of this great microphone that I have here. These are 3D stereo high quality microphones I'm using, and if you have a headphone on right now you'll be able to listen. You can check this out, it's very cool. So I'm talking to you over here, I'm moving around, I'm talking to you over here now. I got these special microphones. Okay. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇതിന് അറൗണ്ടായിട്ട് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതൊരു ലൈഫ് സ്റ്റൈൽ ആക്കിയാൽ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലാംഗ്വേജ് ഏകദേശം ഒരു നാറ്റീവ് സ്റ്റൈലിലേക്ക് പോകും. അങ്ങനെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്താൽ ഒരു 80% അയാളുടെ ടോണും അയാളുടെ സൗണ്ടും അയാളുടെ സ്ട്രെസ്സും അയാളുടെ രീതിയും കാര്യങ്ങളെല്ലാം കിട്ടിയാൽ ബാക്കി ഒരു 20% നമ്മളെ യുണീക്കായിട്ടുള്ള സൗണ്ടും നമ്മുടെ യുണീക്കായിട്ടുള്ള സ്റ്റൈലും നമ്മുടെ യുണീക്കായിട്ടുള്ള സ്പീക്കിംഗ് മെത്തേഡും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആയിത്തീരുന്ന ഒരു യുണീക്കായിട്ടുള്ള സ്പീക്കറായിരിക്കും. അത് ഈ സൊസൈറ്റിയിലും ഈ വേൾഡിലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇതിൻ്റെ ഒരു ആഡഡ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സ്പോക്കൺ ഇംഗ്ലീഷ് ടെക്നിക്കിൽ നമുക്ക് സ്പീക്കിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പീക്ക് ചെയ്യണം. സ്പീക്ക് ചെയ്താലേ ഇംഗ്ലീഷ് പഠിക്കുള്ളൂ. നമുക്ക് സ്പീക്ക് ചെയ്യാൻ ഒരാളില്ല. ആളില്ലാത്ത സന്ദർഭത്തിൽ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ രണ്ടുണ്ട് മെച്ചം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ ടൈമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഇതിൽ. അങ്ങനെ സിംഗിൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ലാംഗ്വേജ് അക്വയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, സ്പീക്കിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരു ടൈമേ ഇടുന്നുള്ളൂ, 2 സ്കില്ല് കിട്ടുന്നുണ്ട്. ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, സ്പീക്കിംഗ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്.
ഇതിൽ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഷാഡോയിങ് ചെയ്യുമ്പോൾ നമ്മൾ വേർഡ്സും ഗ്രാമറും പഠിച്ചിട്ട് അതിൽ കണക്ട് ചെയ്തിട്ട് മെൻ്റലി എക്സസൈസ് ചെയ്തിട്ട് കുറേ പണിയെടുത്തിട്ട് ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഒരു എൻ്റെ ഫ്രേസോ സെൻറ്റൻസോ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് മെമ്മറൈസ് ചെയ്യാണ് ചെയ്യണത്. അങ്ങനെ മെമ്മറൈസ് ചെയ്യുമ്പോൾ ഇതേ സന്ദർഭങ്ങൾ സംസാരിച്ച് പ്രതിഫലിപ്പിക്കാൻ വരുമ്പോൾ ഈ സെയിം ഫ്രേസ് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് വൊക്കാബുലറിയിലോ അല്ലെങ്കിൽ നൗണിലോ വെർബിലോ മാറ്റങ്ങൾ വരുത്തിയിട്ട് സിറ്റുവേഷൻസിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഫ്ലുവൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രീതിയിൽ അതേ സ്പീഡിൽ അതേ കോൺഫിഡൻസിൽ നമുക്ക് ആ ലാംഗ്വേജ് ഡെലിവർ ചെയ്യാൻ കഴിയും. അപ്പോൾ ലിസണേഴ്സ് ആയാലും അവർക്ക് കേൾക്കുന്നവർക്ക് നമ്മൾ പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്ന പോലെ ഒരു നാറ്റീവ് സ്പീക്കേഴ്സിൻ്റെ സ്റ്റൈലിൽ സംസാരിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ബേസിക്കലി മദർ ടങ് ഇൻഫ്ലുവൻസോട് കൂടിയിട്ടുള്ള നമ്മളെ ലാംഗ്വേജ് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ രീതിയിൽ സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ വളരെ നാച്ചുറലായിരിക്കും, നല്ല സുഖമായിരിക്കും, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും, മിനിമം വേർഡ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. വളരെയധികം ബെനിഫിഷ്യലാണ്, നമ്മളെ നാറ്റീവ് സ്റ്റൈലിലേക്ക് എത്തിക്കുന്ന ഒരു ഗോൾഡൻ ടെക്നിക്കാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി.